ഉറപ്പാണ് തുടർഭരണം എന്ന് അഹങ്കരിച്ചിരുന്ന CPM-ഉം LDF-ഉം ഇപ്പോൾ ഉറപ്പാണ് തോൽവി എന്ന ഒരു തിരിച്ചറിവിലേക്ക് എത്തിയിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ അപ്രതീക്ഷിതമായ ആഘാതമാണ് ഈ ഒരു തിരിച്ചറിവിന് CPM-നെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. നമ്മൾക്കറിയാം, കഴിഞ്ഞ കുറെ കാലങ്ങളായി തന്നെ CPM ഉറപ്പാണ് മൂന്നാമത്തെ ഭരണം, LDF 3.0 വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലും അല്ലാതെയും എല്ലാം തന്നെ വലിയ രീതിയിൽ പ്രചരണം നടത്തുകയും ആ രീതിയിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുകയും ഞങ്ങളെ എതിരിടാൻ, ഞങ്ങളെ തോൽപ്പിക്കാൻ ആരുമില്ല എന്ന ഒരു വലിയ ആത്മവിശ്വാസത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും ധിക്കാരത്തിന്റെയും ഒക്കെ പിൻബലത്തിൽ അങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. ചാനൽ ചർച്ചകളിലൊക്കെ തന്നെ നമ്മൾ ഇത് പല CPM-ന്റെ നേതാക്കളിൽ നിന്നും കണ്ടിട്ടുള്ളതുമാണ്. ഞങ്ങൾ ഉറപ്പാണ്, ഞങ്ങളെ ഈ തോൽപ്പിക്കാൻ ഇനി ആരുമില്ല. കഴിഞ്ഞ 9 വർഷക്കാലത്തെ LDF സർക്കാരിന്റെ, പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണ മികവുകൾ ഞങ്ങളെ ജയിപ്പിക്കും. ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ ഞങ്ങൾ സ്ഥാനാർത്ഥികളെ നിർത്തേണ്ട ഒരു താമസമേ ഉള്ളൂ, ഞങ്ങൾക്ക് ജയമുറപ്പാണ്, ഞങ്ങൾ തൂത്തുവാരും എന്നൊക്കെയുള്ള അതിരുകടന്ന ആത്മവിശ്വാസത്തിന്റെയും ധിക്കാരത്തിന്റെയും പ്രതിപക്ഷ ബഹുമാനമില്ലാതെയുമുള്ള പ്രതികരണങ്ങളും പ്രസ്താവനകളും ഒക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ആ അഹങ്കാരത്തിനും ധാർഷ്ട്യത്തിനും ധിക്കാരത്തിനും ഒക്കെയാണ് ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം അവർക്ക് ഒരു മറുപടി നൽകിയിരിക്കുന്നത്. നമ്മൾ 2015 തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതലുള്ള ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ 2015 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF മികച്ച വിജയം നേടുന്നു. പിന്നീട് നടന്ന 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF വിജയിക്കുന്നു. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർ അത്യുജ്വല വിജയം നേടുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതേപോലെ തന്നെ അത്യുജ്വലമായ വിജയം നേടി. അങ്ങനെ സംസ്ഥാനത്തെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പുകളിലും മികച്ച വിജയം നേടി അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ആരുടെ നിയമങ്ങളെ പിടിച്ചു കെട്ടാൻ എന്ന് ചോദിച്ചുകൊണ്ട് അവരങ്ങനെ ആ വിജയത്തിൽ അഭിരമിച്ചുകൊണ്ട്, തുടർ വിജയങ്ങളിൽ അഭിരമിച്ചുകൊണ്ട്, അഹങ്കരിച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ ഇതിനിടയ്ക്ക് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ LDF-ന് വലിയ തോൽവി ഉണ്ടാവുകയും ചെയ്തു. 2019 ഒരു സീറ്റ് മാത്രമാണ് അവർക്ക് ലഭിച്ചത്. 2024 വരുമ്പോഴും സമാനമായ സ്ഥിതി തന്നെ, ഒരു സീറ്റ് മാത്രം LDF-ന് ലഭിക്കുന്നു. മറുവശത്ത് NDA ഒരു സീറ്റ് നേടുമ്പോൾ അങ്ങനെ 2019 19 സീറ്റ് ഉണ്ടായിരുന്ന UDF-ന് 18 സീറ്റായിട്ട് കുറയുന്നെങ്കിൽ പോലും തുടർച്ചയായിട്ടുള്ള 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും UDF മികച്ച വിജയമാണ് നേടിയത്. എന്നാൽ അത് ദേശീയ തലത്തിലെ ഒരു തെരഞ്ഞെടുപ്പാണ്, ഇന്ത്യ ആര് ഭരിക്കണമെന്നുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് ആ ദേശീയ സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുമ്പോൾ കേരളത്തിൽ നിന്നും UDF-ന് അനുകൂലമായ ഒരു തരംഗമുണ്ടാകും. അതിന്റെ ഫലമായിട്ടാണ് ഈ 2 തെരഞ്ഞെടുപ്പുകളിലും UDF ഇത്തരത്തിലൊരു വിജയം നേടിയത് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ആ രീതിയിൽ ന്യായീകരിക്കാൻ LDF-ന് കഴിഞ്ഞിരുന്നു. അതിന് ഒരു കാരണവുമുണ്ട്. അതിനെ ആ രീതിയിൽ അംഗീകരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുകയും ചെയ്യുമായിരുന്നു. അതേസമയം തന്നെ സംസ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഈ 2 തെരഞ്ഞെടുപ്പുകൾ, തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും തുടർച്ചയായിട്ട് 4 വിജയങ്ങൾ അവർക്ക് നേടാൻ കഴിഞ്ഞ ഒരു ആത്മവിശ്വാസവുമുണ്ട്. എന്നാൽ ആ ആത്മവിശ്വാസങ്ങളെല്ലാം കടപുഴക്കുന്ന തരത്തിലാണ് ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നത്. ഒരു പക്ഷേ CPM വലിയൊരു വിജയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അവിടെ ആ ഒരു പ്രതീക്ഷകൾക്കെല്ലാം തിരിച്ചടി നൽകിക്കൊണ്ട് UDF 2010 ശേഷമുള്ള ഏറ്റവും മികച്ച ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ച കണ്ടു. അതോടുകൂടി ഈ ഉറപ്പാണ് തുടർഭരണം എന്ന മുദ്രാവാക്യം ഒരു അർത്ഥത്തിൽ ഈ പറയുന്നത് പോലെ LDF-നും CPM-നും ഒക്കെ തന്നെ എടുത്ത് മടക്കി പോക്കറ്റിലേക്ക് വെക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അവരുടെ ഇതുവരെ ഉണ്ടായിരുന്ന ആത്മവിശ്വാസമെല്ലാം ചോർന്നു പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തുടർഭരണ മുദ്രാവാക്യം മുഴക്കി മുന്നോട്ട് പോയിരുന്നവർക്ക്, ഇനി ഉറപ്പാണ് തുടർഭരണം എന്ന് പറഞ്ഞിരുന്നവർക്ക് ഇപ്പോൾ അവർ പറയുന്നത് ശ്രമിച്ചാൽ ഭരണം ഒന്ന് നിലനിർത്താൻ പറ്റും എന്നതാണ്. അതായത് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 58 നിയമസഭാ സീറ്റുകളിലാണ് LDF-ന് ലീഡ് ഉള്ളത്. ആ ഒരു രീതിയിൽ മുന്നോട്ട് പോയാൽ, അല്ലെങ്കിൽ അതിനെ അടിസ്ഥാനപ്പെടുത്തി കൂടുതൽ ശക്തമായിട്ട് പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ ഭരണം വീണ്ടും നിലനിർത്താൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന രീതിയിലേക്ക് അവരുടെ കാര്യങ്ങൾ പോവുകയാണ്. നമുക്കറിയാം 2016 അവർ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് LDF വരും എല്ലാം ശരിയാകുമെന്നൊരു മുദ്രാവാക്യത്തോടു കൂടിയായിരുന്നു. 2021 ഉറപ്പാണ് LDF എന്നൊരു മുദ്രാവാക്യത്തിലേക്ക് അവർ നീങ്ങി. അവിടെയും അവർക്ക് ആ മുദ്രാവാക്യം വിജയിപ്പിക്കാൻ കഴിഞ്ഞു. അതിനുശേഷമാണ് ആ 2 വിജയങ്ങൾ നൽകിയ ആത്മവിശ്വാസമാണ് അവർക്ക് ഉറപ്പാണ് തുടർഭരണം, പിണറായി 3.0 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ മുന്നോട്ട് പോയത്. എന്നാൽ ആ മുദ്രാവാക്യം ഒന്നും ഇനിയിപ്പോൾ തങ്ങൾക്ക് ഉയർത്താനാവില്ല, പുറത്തു പോലും പറയാൻ പറ്റില്ല എന്നൊരു സാഹചര്യത്തിലേക്ക് അവർ എത്തിയിരിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ചൊരു വിജയം നേടിക്കഴിഞ്ഞാൽ അതിന്റെ ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് പോകാം. കാരണം
തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് അധിക സമയമില്ല, 3 മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ആ 3 മാസത്തെ കാലയളവിനുള്ളിൽ തങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ബാക്കി കാര്യങ്ങൾ കൂടി ചെയ്ത് സർക്കാരിനെ കൂടുതൽ ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമാകുന്ന എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപനങ്ങളും ഒക്കെ നടത്തി മികച്ച ഒരു സർക്കാർ എന്നുള്ള പ്രതിച്ഛായയോടുകൂടി മുന്നോട്ട് പോകാം, ആ തെരഞ്ഞെടുപ്പിനെ നേരിടാം, വലിയ വിജയം സ്വന്തമാക്കാം എന്നൊക്കെയായിരുന്നു കരുതിയിരുന്നത്. അങ്ങനെ പോകുന്നതിനിടയ്ക്കാണ് വലിയൊരു തിരിച്ചടി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇനി ഒന്നേ എന്ന് തുടങ്ങേണ്ട ഒരു ബാധ്യതയാണ് CPM-ന് ഉണ്ടായിരിക്കുന്നത്. ആ മുന്നണി നയിക്കുന്ന പാർട്ടി എന്നുള്ള നിലയിൽ നമുക്കറിയാം 2021 ഏതാണ്ട് 67ഓളം സീറ്റുകളിലാണ് CPM മാത്രം ജയിച്ചത്. അതാണ് അവർക്ക് 99 എന്ന് പറയുന്ന വലിയൊരു വിജയം നേടാൻ സാധിച്ചത്. എന്നാൽ ഇപ്പോൾ നോക്കുമ്പോൾ CPM-ന്റെ നില വളരെ പരുങ്ങലിലായിരിക്കുന്നു. എല്ലാ വിഭാഗം ജനങ്ങളും CPM-നെ കൈവിടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ന്യൂനപക്ഷങ്ങൾ പൂർണ്ണമായിട്ടും അവരെ കൈവിട്ടിരിക്കുന്നു. അതാണ് ഈ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പ്രധാന കാരണമായതെന്ന് CPM വിലയിരുത്തുന്നുണ്ട്. ഈ തോൽവി സംബന്ധിച്ച് പുറമേ അവര് വലിയ തോൽവിയൊന്നുമല്ല, അല്ലെങ്കിൽ മറ്റു കാരണങ്ങളൊക്കെ നിരത്തി അവർ അതിനെ നേരിടുന്നുണ്ടെങ്കിൽ പോലും ആഭ്യന്തരമായിട്ട് ഈ വിജയം അവരെ വല്ലാത്ത രീതിയിൽ ഉലച്ചിട്ടുണ്ട്. അത് പറയുന്നത് പോലെ പലരുടെയും ഇനിയുള്ള വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മത്സരിക്കാനുള്ള സാധ്യതയെ പോലും തള്ളിക്കളയുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു നായക മികവിൽ പോലും ഇടതുപക്ഷത്തിന് ഒരു ആശങ്ക ഉണ്ടാകുന്നു, അല്ലെങ്കിൽ CPM-നുള്ളിൽ പോലും ഒരു സംശയം ജനിപ്പിക്കുന്ന രീതിയിലേക്ക് ഈ തോൽവി എത്തിയിരിക്കുകയാണ്. പിണറായി വിജയൻ തന്നെ മുന്നിൽ നിന്നയിക്കും, അദ്ദേഹം തന്നെ അടുത്ത മുഖ്യമന്ത്രിയൊക്കെ ആകുമെന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഈ പറയുന്ന ആയുധങ്ങളൊന്നും തന്നെ ഏൽക്കുന്നില്ല. അദ്ദേഹത്തിന്റെ തന്ത്രങ്ങളൊന്നും വിജയിക്കാത്ത ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഇനി മുന്നോട്ട് പോകണം, ഈ പിണറായിയെ തന്നെ, ഈ മുഖ്യമന്ത്രിയെ തന്നെ മുന്നിൽ നിർത്തി മുന്നോട്ട് പോയാൽ വലിയ തിരിച്ചടിയാകുമോ എന്നൊക്കെയുള്ള ചർച്ചകളൊക്കെ തന്നെ CPM-നുള്ളിലും LDF-നുള്ളിലും ഇതിനോടകം തന്നെ രൂപപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. എങ്കിൽ പോലും മുഖ്യമന്ത്രിയെ പിണറായി വിജയനെ മാറ്റി നിർത്തിക്കൊണ്ട് അവർക്ക് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സാധിക്കുകയുമില്ല. അങ്ങനെ വന്നാൽ അത് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയിലേക്ക് കാര്യങ്ങൾ പോകും. കാരണം 10 വർഷത്തെ സർക്കാരിനെ നയിച്ച ഒരു മുഖ്യമന്ത്രിയെ പെട്ടെന്ന് മുന്നിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന് പറഞ്ഞാൽ അതിൽ പരം ഒരു തിരിച്ചടി അവർക്ക് നേരിടാനില്ല. ഒരു പക്ഷേ ആത്മഹത്യാപരമായ ഒരു തീരുമാനമായിട്ട് തന്നെ അത് മാറും. എന്നാൽ അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഈ പിണറായി വിജയനെ മുന്നിൽ നിന്ന് നിർത്താൻ തന്നെയാണ് അവർ ആലോചിക്കുന്നത്. അതേസമയം അദ്ദേഹത്തെ തന്നെ മുഖ്യമന്ത്രി മുഖമായിട്ട് ഉയർത്തിക്കാട്ടണോ, അദ്ദേഹം മാത്രമാണ് ഒരു നേതാവ് എന്നുള്ള നിലയിൽ ആ രീതിയിലാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ മതിയോ, അത് എത്രത്തോളം വിജയത്തിലേക്ക് എത്തിക്കും എന്നുള്ളൊരു സംശയം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ കഴിവിൽ, പാർട്ടിയെയും മുന്നണിയെയും ജയിപ്പിക്കാനുള്ള തുടർച്ചയായിട്ട് ജയിപ്പിച്ചുകൊണ്ടിരുന്ന മുഖ്യമന്ത്രി ഇനിയും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിയെ ജയിപ്പിക്കും അല്ലെങ്കിൽ മുന്നണി ജയിപ്പിക്കും, അതിനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടോ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയം പാർട്ടിയിലും മുന്നണിയിലും ഒക്കെ തന്നെ ഇതിനോടകം ഉടലെടുത്തിട്ടുണ്ട്. അത് വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് CPM-നെയും LDF-നെയും നയിച്ചിരിക്കുന്നത്. എന്തായാലും LDF-നെ സംബന്ധിച്ച് ഉറപ്പാണ് തുടർഭരണം എന്ന മുദ്രാവാക്യം അവർക്ക് ഉപേക്ഷിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. മറുവശത്ത് കോൺഗ്രസ് UDF തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. അവർ പ്രതീക്ഷിച്ചതിലും വലിയൊരു വിജയമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. ആ വിജയത്തിന്റെ ആത്മവിശ്വാസത്തിൽ കൂടുതൽ ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് കോൺഗ്രസും UDF-ഉം ഇപ്പോൾ ശ്രമിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 80 നിയമസഭാ മണ്ഡലങ്ങളിൽ UDF-ന് ഇപ്പോൾ നിലവിൽ മേൽക്കൈയുണ്ട്. അതിൽ ചില മണ്ഡലങ്ങളിലൊക്കെ തന്നെ ചെറിയ ഭൂരിപക്ഷമാണുള്ളത്. അപ്പോൾ അതൊക്കെ തന്നെ കവർ ചെയ്തുകൊണ്ട് കൂടുതൽ ശക്തമായ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് പോകാൻ ഏതാണ്ട് ഉജ്ജ്വലമായ വിജയം എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത് 100 സീറ്റുകൾ നേടി അധികാരത്തിലേക്ക് എത്തുക എന്നതാണ്. അതിന് പര്യാപ്തമാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ഊർജം ഒരു കരുത്താക്കി മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്ന ഒരു നിലയിലേക്ക്, അല്ലെങ്കിൽ അത്തരം ഒരു ചിന്തയിലേക്കാണ് UDF-ഉം കോൺഗ്രസും ഇപ്പോൾ കടന്നിരിക്കുന്നത്. ആ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെ എത്രയും പെട്ടെന്ന് തന്നെ നടത്തിക്കൊണ്ട് പൂർത്തിയാക്കിക്കൊണ്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുക, അതിനെ മുന്നോട്ട് പോവുക എന്നൊരു ലക്ഷ്യമാണ് UDF മറുവശത്ത് ഇപ്പോൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്.